Hi everyone, welcome to Study Loop. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി 3rd ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. 3rd ചാപ്റ്ററിൻ്റെ പേരാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ പഠിച്ചു. എന്താ റെക്കോർഡിംഗ്, എന്താണെന്ന്, ട്രാൻസാക്ഷൻസ്, ലെഡ്ജർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഒരു അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്കാണ് ജേണൽ. അതിനുശേഷം ഈ ജേണലിൽ നിന്ന് ഈ പ്രിൻസിപ്പൽ ബുക്കായ ലെഡ്ജറിലേക്ക് ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ട്രാൻസാക്ഷൻസിനെ പോസ്റ്റ് ചെയ്യുന്നു. ഇതെയാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ജേണൽസൊക്കെ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ആവശ്യമാണ്. അപ്പോൾ എന്താണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് നോക്കാം. Source document. Business transactions are usually evidenced by an appropriate documents such as cash memo, invoice, sales bill, paying slip, check, salary slip, etc. A document which provides evidence of the transactions is called the source document or a voucher. ബിസിനസ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ എവിഡൻസ് ആയിട്ട് വെക്കുന്ന കുറച്ച് ഡോക്യുമെൻറ്റുകളാണ് ക്യാഷ് മെമോ, ഇൻവോയ്സ്, സെയിൽസ് ബില്ല്, പേയിങ് സ്ലിപ്പ്, ചെക്ക്, സാലറി സ്ലിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻസിൽ നമ്മൾ എവിഡൻസ് ആയിട്ട് വെച്ച ഈ ഒരു ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ വൗച്ചർ. എന്നാൽ ചില കേസുകളിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ചിലവാക്കുന്ന ചെറിയ ചെറിയ എമൗണ്ടുകൾ, ഇതിനെ നമ്മൾ പെറ്റി എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അതിൽ പെടുന്നതാണ് സ്റ്റേഷനറി ഐറ്റംസ്, ചെറിയ ഫീസുകൾ, അങ്ങനെയുള്ള ചെറിയ എക്സ്പെൻസ്. അങ്ങനെയുള്ള ചെറിയ എക്സ്പെൻസിനെയാണ് പെറ്റി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള എക്സ്പെൻസ് ഡോക്യുമെൻ്ററി എക്സ്പെൻസുകൾ ഉണ്ടായിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ബിസിനസ് വൗച്ചേഴ്സ് അവർ തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്യുകയും ആ കമ്പനിയുടെ ഉള്ളിലുള്ള അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബിസിനസ് നടന്നാൽ വൗച്ചേഴ്സിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം ബേസ് പറഞ്ഞാൽ ഒരു മാസം, ദിവസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ടൈം ബേസ് എന്ന് പറഞ്ഞാൽ. ആ ടൈം ബേസിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അതിന് ഓരോ നമ്പർ കൊടുക്കുന്നു. പിന്നീട് അത് ഒരു സെപ്പറേറ്റ് ഫയലായിട്ട് സൂക്ഷിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് വൗച്ചേഴ്സ്. എന്താണ് വൗച്ചേഴ്സ് നോക്കാം. അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് മേ ബി ക്ലാസിഫൈഡ് ആസ് ക്യാഷ് വൗച്ചേഴ്സ്, ഡെബിറ്റ് വൗച്ചേഴ്സ്, ക്രെഡിറ്റ് വൗച്ചേഴ്സ്, ജേണൽ വൗച്ചേഴ്സ്, etc. There is no set format of accounting vouchers. This must be preserved in any case till the audit of the accounts and tax assessments for the relevant period are completed. അതായത് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിനെ ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? ക്യാഷ് വൗച്ചേഴ്സ്, ഡെബിറ്റ് വൗച്ചേഴ്സ്, ക്രെഡിറ്റ് വൗച്ചേഴ്സ്, ജേണൽ വൗച്ചേഴ്സ്, അങ്ങനെയൊക്കെ അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിനെ ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിന് എന്തില്ല? ഒരു ഫോർമേറ്റ് ഇല്ല. അടുത്തൊരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വൗച്ചേഴ്സ്. അതിൽ 3 ഉണ്ട്. അതിൽ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ട്രാൻസാക്ഷൻ വൗച്ചർ, കോമ്പൗണ്ട് വൗച്ചർ, കോംപ്ലക്സ് ഓർ ജേണൽ വൗച്ചർ. ക്ലാസിഫിക്കേഷൻ ഓഫ് വൗച്ചറിൽ ഫസ്റ്റ് വേണ്ടാണ് ട്രാൻസാക്ഷൻ വൗച്ചർ. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ വൗച്ചർ എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൽ ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിംഗ് വൗച്ചറിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ വൗച്ചർ. അതിൻ്റെ ഒരു ഫോർമാറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് കോമ്പൗണ്ട് വൗച്ചർ. എന്താണ് കോമ്പൗണ്ട് വൗച്ചർ നോക്കാം. ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് അതിലൊരു ഡെബിറ്റ്, ഒരു ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ്, ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഉള്ള ട്രാൻസാക്ഷനാണ് നടന്നതെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് വൗച്ചർ എന്ന് പറയുന്നു. കോമ്പൗണ്ട് വൗച്ചറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡെബിറ്റ് വൗച്ചറും ക്രെഡിറ്റ് വൗച്ചറും.
അതിൽ ഡെബിറ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് അക്കൗണ്ടും ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്രെഡിറ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഡെബിറ്റ് അക്കൗണ്ടും ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് അക്കൗണ്ടാകും ഉണ്ടാവുക. അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ആ കാണുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കോംപ്ലക്സ് വൗച്ചർ അല്ലെങ്കിൽ ജേണൽ വൗച്ചർ. ഒന്നിൽ കൂടുതൽ ഡെബിറ്റും ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റും ആ ട്രാൻസാക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോംപ്ലക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് വൗച്ചറിൻ്റെ പേരാണ് കോംപ്ലക്സ് വൗച്ചർ അല്ലെങ്കിൽ ജേണൽ വൗച്ചർ. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അടുത്ത ടോപ്പിക്കാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ നോക്കാം. അക്കൗണ്ടിങ് ഇക്വേഷനിൽ അസറ്റ്സ് ഈക്വൽ ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി, അതായത് A = L + C. ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ എല്ലാ ലയബിലിറ്റീസിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഈക്വൽ ആയിരിക്കും. അതാണ് അസറ്റ്സ് ഈക്വൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ക്യാപിറ്റലും ലയബിലിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ക്യാപിറ്റലാണ് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഈക്വൽ ക്യാപിറ്റൽ. ഇവിടെ ലയബിലിറ്റിയാണ് മിസ്സിങ് എന്നുണ്ടെങ്കിൽ അസറ്റ്സ് മൈനസ് ക്യാപിറ്റൽ ഈക്വൽ ലയബിലിറ്റി. ഇനി നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്യേണ്ടി വരും. അതിനൊരു റൂൾസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റൂൾസ് നോക്കാം. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ നോക്കാം. അസറ്റ് ഇൻക്രീസ് ആവുമ്പോൾ, ലയബിലിറ്റീസ് ഇൻക്രീസ് ആവുമ്പോൾ, ക്യാപിറ്റൽ ഡിക്രീസ് ആവുമ്പോൾ, ഇൻകംസ് ഓർ റവന്യൂസ് ഡിക്രീസ് ആവുമ്പോൾ, എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻക്രീസ് ആവുമ്പോൾ. ഇനി ക്രെഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നോക്കാം. അസറ്റ് ഡിക്രീസ്, ലയബിലിറ്റീസ് ഇൻക്രീസ്, ക്യാപിറ്റൽ ഇൻക്രീസ്, ഇൻകം ഓർ റവന്യൂസ് ഇൻക്രീസ്, എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡിക്രീസ്. അപ്പോൾ ഈ റൂൾസൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസിൽ എങ്ങനെ വരിക നോക്കാം. അസറ്റ് ഇൻക്രീസ് ആവുമ്പോൾ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസസ് വരുമ്പോൾ അത് ഡിക്രീസ് ആവുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ ലയബിലിറ്റീസും ഇൻകം ആണ് വരുന്നതെങ്കിൽ ലയബിലിറ്റീസ് ഇൻക്രീസ് ആവുമ്പോൾ അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻകത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇൻകം ഡിക്രീസ് ആവുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൻ്റെ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഇടാം. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.